വണ്ടി? നമുക്കൊരു 1.10 വരെ കൊടുക്കാം. 1.10. 1.10. ഇത് നമുക്കൊരു ഓഫറായിട്ട് 2,55,000 കൊടുക്കാം. 2,55 കൊടുക്കാം. 2014 മോഡല്, സിംഗിൾ ഓണർ, 45,000 കിലോമീറ്റർ. വാഗണറിന്റെ ഓട്ടോമാറ്റിക് ആണ്. ഇത് 2018 മോഡലാണ്. ഇതിന്റെ പ്രൈസ് നമുക്ക് 2,25 വരെ ചെയ്യാൻ പറ്റും. 2,25. ടയർ അലോയ്സ് കണ്ടീഷൻ ചെയ്തതാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് ട്രൂ വാല്യൂവിലാണ്. ഇതിൻ്റെ ഈ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തൈക്കാട് ബ്രാഞ്ചിലാണ്. കോപ്പറേറ്റ് ട്രൂ വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രവീണുണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഷോറൂം തുടങ്ങിയിട്ട് എത്ര ആളായി? നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തു. കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് നമ്മുടെ ഷോറൂം ഇനാഗുറേറ്റ് ചെയ്തത്. നമ്മുടെ വണ്ടിക്ക് വാറണ്ടി വരുന്നുണ്ട്. ഏത് വർഷം മുതൽ വാറണ്ടി? 2016 മുതലുള്ള വണ്ടികൾക്ക് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 2019 മുതലുള്ള വണ്ടികൾക്കാണെങ്കിൽ 1 ഇയർ വാറണ്ടി വിത്ത് 3 ഫ്രീ സർവീസും അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷം മുതൽ? 2012-13 മുതലുള്ള വണ്ടികൾക്ക് നമുക്ക് ലോണും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഹുണ്ടായി സാൻഡ്രോ വെഹിക്കിളാണ്. 2011 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. ഇത് ജസ്റ്റ് 71,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയായി? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. വണ്ടി ബോഡിയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ടയർ കണ്ടീഷനും അത്യാവശ്യം ഒരു 60% ടയറുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ, വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതെ, പവർ സ്റ്റിയറിംഗ്, AC ഓക്കെ, എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഇന്ത്യയിലൊക്കെ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വൃത്തിയുണ്ട് കേട്ടോ. സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് എത്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി? നമുക്കൊരു 1.10 വരെ കൊടുക്കാം. 1.10. 12 വണ്ടി 77 പേപ്പറും വരുന്നുണ്ട്. അതെ അതെ. സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ അടുത്ത വേണ്ടി ഓൾട്ടോ കേട്ടൺ ആണ്. 2013 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. ഇത് 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ബോഡി സ്ക്രാച്ചസ് ഒന്നും ഇല്ല. VX വേരിയന്റ് അല്ലേ? VX വേരിയന്റ് ആണ്. ടയർ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള വെഹിക്കിൾ ആണ്. ടയർ കണ്ടീഷൻ എബോവ് 60%. അതെ അതെ. ഇന്റീരിയർ സീറ്റ് കവറുണ്ട്, അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. കെൻവുഡിന്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്. VX ആകുമ്പോൾ ടാക്കോമീറ്റർ ഒക്കെ വരുന്നുണ്ട്. അതെ അതെ. സെൻട്രൽ ലോക്കും വരുന്നുണ്ട് അല്ലേ? സെൻട്രൽ ലോക്കും വരുന്നുണ്ടല്ലോ. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ടല്ലോ? റിവേഴ്സ് ക്യാമറ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ പ്രൈസ് നമുക്ക് 2,25 വരെ ചെയ്യാൻ പറ്റും. 2,25 വരെ ചെയ്യാൻ പറ്റും. ഫിനാൻസ് എത്ര യൂറോപ്പിന്റെ? ഫിനാൻസ് മാക്സിമം കിട്ടും. 80% ഫിനാൻസ് കിട്ടും. അപ്പോൾ അടുത്ത വേണ്ടി വാഗണർ. അടുത്തതായി ഒരു വാഗണറാണ്. 2013 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ജസ്റ്റ് 45,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ വണ്ടി ജെന്യൂൻ ഓടിയിട്ടുള്ളൂ. LXI വണ്ടിയാണ്. വാഗണർ LXI ആണ്. 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ്. അതെ അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് വരുന്നില്ല. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല, ഒരു 70% ടയർ ഉണ്ട്. 60% മേളിലുണ്ട്. അതെ. ഓക്കെ. വണ്ടിയുടെ ഇന്റീരിയർ സീറ്റ് കവറുണ്ട്, അത് കുഴപ്പമില്ല, ആവറേജ് കണ്ടീഷൻ ഉണ്ട്. കെൻവുഡിന്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. കാരണം LXI ആണ് വേരിയന്റ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിന് വാറണ്ടി വരുന്നുണ്ട് ഇല്ലല്ലോ? 13 വണ്ടി വരുന്നില്ല. 2013 ആയതുകൊണ്ട് വാറണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മുടെ കിലോമീറ്റർ ആവശ്യമില്ല. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കിലോമീറ്റർ ജെന്യൂൻ ആണെങ്കിൽ പിന്നെ വേറെ നോക്കാനില്ല. ഇല്ല. ഷോറൂം സർവീസ് തന്നെയാണോ? അതെ അതെ. എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു ഓഫറായിട്ട് 2,55,000 കൊടുക്കാം. 2,55 കൊടുക്കാം. 2,55 കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 60% ഫിനാൻസ് കിട്ടും. അത് ഇത്ര വർഷം കിട്ടും? 3 വർഷം വരെ കിട്ടും. 3 വർഷം കിട്ടും. അപ്പോൾ അടുത്ത വേണ്ടി വാഗണർ. ഇത് വീണ്ടും ഒരു വാഗണറാണ്. ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വാഗണറിന്റെ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഇത് 2018 മോഡലാണ്. 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. ടയറൊക്കെ നാലും നല്ല ക്വാളിറ്റി ഉള്ള ടയറാണ്. അതെ, ഒരു 60% മേളിലുണ്ടാവും. ബോഡി വേറെ സ്ക്രാച്ചസ് ഒന്നും ഇല്ല. ഇല്ല. VX ഓട്ടോമാറ്റിക് അല്ലേ? AMD. ഡെൻഡോ സ്ക്രാച്ചസ് ഒന്നും ഇല്ല. ഇല്ല. ഓക്കെ. ഇതും പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ വരുന്നതാണ്. അതെ, സീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. മെറൽ അഡ്ജസ്റ്റ് കാര്യങ്ങൾ ഫോൾഡിംഗ് വരില്ല, അഡ്ജസ്റ്റ് മാത്രമല്ല. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് വണ്ടി? ഇതിന്റെ പ്രൈസ് നമുക്ക് 4,75 കൊടുക്കാം. 4,75 കൊടുക്കാം. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, AMD. ഇതിന് മൈലേജ് എന്തായാലും ഒരു 15-16 രൂപ. 15 മേളിൽ കിട്ടും ചേട്ടാ. 15 മേളിൽ കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിന് ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് 90% ഫിനാൻസ് കിട്ടും. കേട്ടത് ഇത് 2014 മോഡല്, സിംഗിൾ ഓണർ, 45,000 കിലോമീറ്റർ, LXI ആണ്. LXI അല്ലേ? 40,000 കിലോമീറ്റർ. LXI ആണ് വേരിയന്റ്. ജെന്യൂൻ കിലോമീറ്റർ ആണല്ലോ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ബോഡി വലിയ സ്ക്രാച്ചസ് മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉള്ളൂ. ടയർ കണ്ടീഷൻ ഒരു 50% വരുള്ളൂ അല്ലേ? അതിനകത്ത് സീറ്റ് കവർ ഉണ്ട്, അത് വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ചെറിയൊരു ഡാമേജ് ഉണ്ട്. ഡിസൈൻ ആണോ ഡാമേജ് ആണോ ഇത് കാണുന്നത്? ഡിസൈൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഡിസൈൻ സ്റ്റിച്ചിങ് ഡിസൈൻ ആണ്, കമ്പനി തന്നെ ചെയ്തേക്കുന്നതാണ്. ഓക്കെ.
ഇതിനകത്ത് AC വരുന്നുണ്ട്, ആണ് ഓപ്ഷൻ വരുന്നത് LXI-ൽ. പക്ഷേ ഫോർവേഡ് പവറിന്റെ ചെയ്തിട്ടുണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്കും ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് പഴക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ വർക്കിംഗ് തന്നെയാണ്, പവറിന്റെ ഒക്കെ വർക്കിംഗ് തന്നെയാണ്. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക് വേണ്ടി? ഇത് പ്രൈസ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 235 നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 4 വർഷം വരെ ഫിനാൻസിന്റെ കാലാവധി കിട്ടും. അത്യാവശ്യം സിബിൽ സ്കോറുള്ള കസ്റ്റമർ ആണെങ്കിൽ 2 ലക്ഷം രൂപ വരെ ലോൺ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് സ്വിഫ്റ്റ് ആണ് ഇത്, 2014 മോഡലാണ്. ഓക്കെ, VDI ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ടയർ അലോയ്സ് അഡീഷൻ ചെയ്തതാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ? 50,000 കിലോമീറ്റർ. ഡീസൽ വണ്ടി. കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. ബോഡി ചെറിയ പെയിന്റ് വർക്ക് ഉണ്ട്. മേജറായിട്ടില്ല, പക്ഷെ എന്നാലും ഡെന്റ് സ്ക്രാച്ചസ് ഒന്നും ഇല്ല വലുതായിട്ടൊന്നും. VDI ആണ്. അപ്പം സീറ്റ് കവറാണോ ഫാബ്രിക് ആണോ ഇത്? അത് കമ്പനി സീറ്റ് കവറാണ്. ഓക്കെ, ഫാബ്രിക് ആണ് വരുന്നത്. ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഫോർവേഡ് പവറിന്റെ AC പോസ്റ്ററിംഗ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ കിലോമീറ്റർ കിലോമീറ്റർ ആണല്ലോ? കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടി തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതിന് ഡീസൽ സ്വിഫ്റ്റ് എന്തായാലും 20 മേലെ മൈലേജ് കിട്ടത്തില്ലേ? ഡീസൽ എന്തായാലും 20-22 വരെ മൈലേജ് കിട്ടും. ലോങ്ങിലൊക്കെ സിറ്റിയിലൊക്കെ ഒരു 18-20 വരെ നമുക്ക് എന്തായാലും മൈലേജ് വരും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് പ്രൈസ് വരുമ്പോൾ 365 ഇതിന്റെ പ്രൈസ് വരും. 365 നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. 4 വർഷം വരെ ഫിനാൻസിന്റെ കാലാവധി നമുക്ക് കിട്ടും. ഈ എമൗണ്ട് നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 2018 മോഡൽ ഓൾട്ടോയാണ്. ഓൾട്ടോ 800 മോഡലാണ്. ഇത് വണ്ടി ഇപ്പം വന്നതേ ഉള്ളൂ. വീൽ കപ്പ് 4 ഇപ്പം മാറ്റി വെച്ചിരിക്കുകയാണ്. വീൽ കപ്പ് നമ്മൾ അഡീഷൻ ഇട്ട് തരും. 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വീൽ കപ്പ് ഇട്ട് കൊടുക്കും അല്ലേ? വീൽ കപ്പ് ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓഫർ റേറ്റ് ഉണ്ട്. 3,30,000 കൊടുക്കാം. ടയർ 4 പുതിയതുണ്ടല്ലേ? 4 പുതിയതാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് വരുന്നില്ല. സർവീസ് കമ്പനി സർവീസിനാണോ? ഇല്ല, അതെ കമ്പനി സർവീസിനാണ്. കമ്പനി സർവീസാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല രീതിയിൽ റെക്സിന്റെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നതാണ്. എയർ ബാഗ് വരുന്നില്ലോ? സിംഗിൾ എയർ ബാഗ് വരുന്നില്ലേ? സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? സെൻട്രൽ ലോക്ക് അഡീഷൻ വരുന്നുണ്ട്. നമ്മൾ എത്ര പ്രൈസ് പറഞ്ഞേ? ഇത് 325 കൊടുക്കാം. 325. ഫിനാൻസ് അപ്പോൾ എത്ര? 35 പ്രൈസ് ഇട്ടിരിക്കുന്നത്. 325 നമുക്ക് ഫൈനൽ റേറ്റ് കൊടുക്കാം. അപ്പോൾ ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് 90% ഉള്ള ഫിനാൻസ് കിട്ടും. ഫിനാൻസ് അതാ വേണ്ടി സെലീരിയോ ഇത് 22 മോഡൽ. അത് ന്യൂ ഷേപ്പ്. ഓക്കെ, ZXI ആണ് വേരിയന്റ്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 20 കിലോമീറ്റർ ആണല്ലോ? അതെ, 20 കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ റീപ്ലേസ്മെന്റ് വരുന്നില്ല, കമ്പനി സർവീസ് തന്നെയാണ്. ടയർ കണ്ടീഷൻ ആവറേജ് ബിലോ 50%. ഫസ്റ്റ് ടയർ ആണ്. ഫസ്റ്റ് ടയർ ആ ഒരു തേയ്മാനം ഉണ്ടല്ലേ? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെയൊന്നുമില്ല. ZXI വേരിയന്റ് അല്ലേ? ZXI ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ വൃത്തിയായിരിപ്പുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. അത്യാവശ്യം നല്ല സീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. സീറ്റ് കവർ ഫുൾ മാറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. അതേപോലെ AC വരുന്ന മാനുവലാണ്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഫോർവേഡ് പവർ വിൻഡോ, പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഇതിന്റെ ടോപ്പ് വേരിയന്റ് ZXI പ്ലസ് ആണ്. ZXI പ്ലസ് ആണ് ടോപ്പ്. അതിൽ അലോയ്സ് വരുന്നുണ്ട്. ഇതിൽ അലോയ്സ് വരുന്നില്ല. അലോയ്സ് വരും, ടച്ച് സ്ക്രീനും വരും. ഇതിനകത്ത് അലോയ്സ് ഇല്ല. ഇത് അലോയ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഇത് പ്രൈസ് വരുന്നത് 525 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് 1 ഇയർ വാറണ്ടി വരും. 3 ഫ്രീ സർവീസും വരുന്ന കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. മാനുവൽ വണ്ടി. ഇതിന്റെ മൈലേജ് എന്തായാലും ഒരു 18 കിട്ടും. 18 റേഞ്ച് വരെ ലോങ്ങിൽ കിട്ടും. സിറ്റിയിൽ നമുക്ക് ഒരു 15-16 റേഞ്ച് നമുക്ക് സിറ്റിയിൽ പ്രതീക്ഷിക്കാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ് DXI ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ. ഓട്ടോമാറ്റിക് AMG ആണ്. 2018 മോഡൽ. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ്. 55,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. കമ്പനി സർവീസ് തന്നെയാണല്ലോ? കമ്പനി സർവീസ് തന്നെയാണ്. മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, വലിയ സ്ക്രാച്ചസ്, ചെറിയ മൈനർ സ്ക്രാച്ചസ് ഉള്ളൂ. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് പോളിഷ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഓക്കെ, ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് കവർ ഫുൾ മാറ്റിംഗ് ചെയ്തിട്ടുണ്ട്. JBS സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. AC വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട്. എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടുന്നത്? സ്വിഫ്റ്റ് നമുക്ക് മാനുവലിനെക്കാളും 1 കിലോമീറ്റർ കുറവാണ് വരുന്നത്. അല്ല വേറെ വലിയ AMG കൊണ്ട് വലിയ വ്യത്യാസം വരാൻ സാധ്യതയൊന്നുമില്ല. നോർമലി നമുക്ക് സിറ്റി ടയറിൽ ഒരു 15 റേഞ്ച് കിട്ടും. ഒരു 18-17 റേഞ്ച്. 1.2 ലിറ്റർ അല്ലേ വരുന്നത്? കേട്ടില്ല, 1.2 അല്ലേ വരുന്നത്? 1.2. ഓക്കെ, അപ്പം എങ്ങനെ വില വരുന്നത്? ഇത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 590 ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ലോണും നമുക്ക് ചെയ്യാൻ പറ്റും. 5 വർഷം വരെ നമുക്ക് ലോണും കാലാവധി ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വണ്ടി നിസാൻ മാഗ്നൈറ്റ്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2023 മോഡലാണ്. സിംഗിൾ ഓണർ. LX ആണ് വേരിയന്റ്. 6300 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് ഡീസൽ ആണ്? പെട്രോൾ. ഓക്കെ,
ഇത് 1000 cc വരുന്ന വണ്ടി. അലോയ്സ് അല്ല, വീൽ കപ്പാണ് വരുന്നത് അല്ലേ? ആ വീൽ കപ്പാണ്, അലോയ്സ് അല്ല വീൽ കപ്പാണ്. വണ്ടി നീറ്റ് ആണ്, സ്ക്രാച്ചസ് ഒന്നും ഇല്ല, ഡെന്റ് ഇല്ല. കമ്പനി സർവീസിനാണ്, വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. 6300 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇന്റീരിയർ സീറ്റ് കവർ ഉണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്തൊരു ബ്ലൂടൂത്ത് സപ്പോർട്ട് സ്റ്റീരിയോ ഇൻബിൽറ്റ് വരുന്നുണ്ട്. AC മാനുവൽ അല്ലേ വരുന്നത്? മാനുവൽ. സ്റ്റീയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ഫോർഡർ പവർ ഉണ്ട്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ ബേസിക് ഫീച്ചർ എല്ലാം വരുന്നുണ്ടല്ലേ? ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ബേസിക് അല്ല, അത്യാവശ്യം ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ. നിസാൻ മാഗ്നൈറ്റ്, ഇതിന്റെ മൈലേജ് എത്ര അറിയാം ബ്രോ? ഇപ്പോൾ ആവറേജിൽ 12 കാണിക്കുന്നുണ്ട്. നമുക്ക് നോർമലി ഒരു 15 to 18 ആ റേഞ്ച് വരെ. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ പെട്രോൾ. ഓക്കെ. 1.2 ലിറ്റർ ആണ്? 1 ലിറ്റർ ആണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 565 ആണ് ഇതിന്റെ പ്രൈസ് വരും, ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. ഫിനാൻസ് അപ്പോൾ എത്ര? ഫിനാൻസ് നമുക്ക് 5 വർഷം അല്ലെങ്കിൽ 6 വർഷം വരെ സ്കീമുണ്ട് നമുക്ക്. ഇത് 2012 മോഡലാണ്. 12 മോഡൽ LXI ആണ്. LXI AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 66,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്, പുറത്താണോ? കമ്പനി സർവീസ് തന്നെയാണ്. ടയർ കണ്ടീഷൻ ആവറേജ് ടയർ കണ്ടീഷൻ ഉണ്ട്. LXI ബോഡി വലിയ സ്ക്രാച്ചസ്, മൈനർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെന്റ് ഒന്നും ഇല്ല അല്ലേ? ഇല്ല. അഡീഷണൽ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, സീറ്റ് റേറ്റ് ഉണ്ട്, ഫുൾ മാറ്റ് ഇൻബിൽറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ? സ്റ്റീരിയോ അഡീഷണൽ ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ തന്നെ. ഓക്കെ. ഫുഡ് പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. അപ്പം ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 290 ആണ് പ്രൈസ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് ലോൺ ചെയ്യാൻ പറ്റും നമുക്ക്. 2 വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. വേറെ മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നും? വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉള്ളൂ, മേജർ ഡെന്റ് ഒന്നും ഇല്ല. ഇല്ല. ശരി, എടുത്തു കഴിഞ്ഞാൽ വേറെ ടയർ ഒന്നും മാറേണ്ട, പുറമെ മാറേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രണ്ട് വലിയ കുഴപ്പമില്ല, ബാക്ക് കുറച്ച് പ്രശ്നമുള്ളൂ. അപ്പോൾ അടുത്ത വണ്ടി ഡിസയർ 2018 മോഡൽ LXI ആണ്. LXI ആണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. പവറിന്റെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ടയർ 4 പുതിയതുണ്ടല്ലേ? അതെ. ബോഡി സ്ക്രാച്ചസ് വലുതായിട്ടൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 48,000 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് തന്നെയാണ്. ഇത് വാറണ്ടി വരുന്ന വണ്ടിയാണോ? ഇത് വാറണ്ടി വരുന്നതാണ്. 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസ് കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. LXI വണ്ടിയാണ്. LXI ആണ്. പവറിന്റെ അഡീഷൻ ചെയ്തിട്ടുണ്ട്, സീറ്റ് ഫുൾ മാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ സെൻട്രലൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, പവറിന്റെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വരുന്നത് 5 lakh ആണ് പ്രൈസ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ് 5 lakh ആണ്. നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. ഇത് നമുക്ക് 5 വർഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു സിവിൽ സ്കോർ അത്യാവശ്യമുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു 4-4.5 ലക്ഷം രൂപ വരെ ലോൺ അറേഞ്ച് കൊടുക്കാനും പറ്റും. അപ്പോൾ അടുത്ത വണ്ടി വാഗണർ അല്ലേ? അടുത്ത വണ്ടി വാഗണർ 2023 മോഡലാണ്. 2023 മോഡൽ ZXI ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ പുതിയ ടയർ കിടപ്പുണ്ട്, പുതിയ വെഹിക്കിളാണ്. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3900 4000-നകത്ത് 3900 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസ് ആണല്ലോ? അതെ. ഇത് വാറണ്ടി വരുന്ന വണ്ടിയല്ലേ? വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഇതിൽ ഓൾറെഡി എക്സ്റ്റൻഡ് വാറണ്ടി കിടപ്പുണ്ട്. 2 വർഷത്തോളം എക്സ്റ്റൻഡ് വാറണ്ടി കിടപ്പുണ്ട്. അത് പോയിട്ട് മാരുതിയുടെ വാറണ്ടി, ട്രൂ വാല്യൂ വാറണ്ടി 1 വർഷം കൊണ്ട് കിട്ടുന്നതായിരിക്കും. അഡീഷൻ ചെയ്തിരിക്കുന്നതാണ് സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ. അതെ, അഡീഷണൽ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റീയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർഡർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. സെൻട്രലൊക്കെ എല്ലാം വരുന്നുണ്ട്. ഇത് 1 ലിറ്റർ ആണോ 1.2 ലിറ്റർ? 1.2 ലിറ്റർ ആണ്. 1.2 ആണ്. ഓക്കെ. വാഗണർ 1.2 നമുക്ക് മൈലേജ് എത്ര കിട്ടും? ഒരു 17ഓളം കിട്ടും. വലിയ വ്യത്യാസം വരില്ലല്ലേ മറ്റേതായിട്ട്? ഇല്ല. സ്വിഫ്റ്റിന്റെ എഞ്ചിൻ അല്ലേ, കുറച്ചും കൂടെ മൈലേജ്. നമ്മുടെ 1 ലിറ്ററായിട്ട് വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ? ഇല്ല. ഒരു ചെറിയ 2-3 കിലോമീറ്റർ വ്യത്യാസം വരുമായിരിക്കും. ഓക്കെ. മാനുവൽ വണ്ടി. അപ്പോൾ എത്ര കൊടുക്കുക വണ്ടി? ഇത് നമുക്ക് 6,35,000 കൊടുക്കാം, 6,35 കൊടുക്കാം. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് 90% ഫിനാൻസ് കിട്ടും. 6 വർഷത്തോളം ഫിനാൻസ് കിട്ടും. അതെ. പക്ഷേ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? നമ്മൾ കാണിക്കാതെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. ഇവിടെ മാത്രമല്ല, നമുക്ക് കിള്ളിപ്പാലത്ത് നമുക്ക് ഷോറൂം ഉണ്ട്, മണ്ണന്തലയുണ്ട്, വഴയിൽ നമുക്ക് ഷോറൂം ഉണ്ട്. മണ്ണന്തല നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിന്റെ ഓപ്പോസിറ്റ് ആണ്. കസ്റ്റമേഴ്സ് എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഓരോ വണ്ടികൾ. ഓക്കെ. ശരി, അടുത്തൊരു വീഡിയോ കാണാം. ശരി.